കണ്ണൂർ റെയിൽവേ നടപ്പാലം അടച്ചിട്ട് 2 വർഷമാകുന്നു. 6 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ നിർമ്മാണ പ്രവൃത്തി ഇഴയുകയാണ്. 6 മാസം എന്ന കാലാവധി തന്നെയാണ് പ്രതിഷേധമുയരുമ്പോഴെല്ലാം റെയിൽവേ പറയുന്നത്. രണ്ടു കൊല്ലത്തോളായി ഈ ഏരിയയിലുള്ള കച്ചവടക്കാർ വളരെ ദുരിതാവസ്ഥയിലാണ്. കച്ചവടം എന്ന് പറഞ്ഞ ഒരു സംഭവം ഈ മൂലയിൽ നടക്കുന്നില്ല. ഈ ഏരിയയിലുള്ള എല്ലാവരും അവസ്ഥ വളരെ പരിതാപകരം. മോഹന വാഗ്ദാനങ്ങളുമായി 2024 സെപ്റ്റംബറിലാണ് കണ്ണൂർ പ്രസ് ക്ലബിന് സമീപത്തെ റെയിൽവേ പൊതുമേൽപ്പാലം അടച്ചത്. 6 മാസത്തിനകം ആധുനിക രീതിയിലുള്ള മനോഹര മേൽപ്പാലം എന്നതായിരുന്നു റെയിൽവേയുടെ വാഗ്ദാനം. എന്നാൽ കൊല്ലം 2 ആവുന്നു. പാലം പണിയുടെ പകുതി പോലും ആയില്ല. ഇനി എത്ര കൊല്ലം കൊണ്ട് ഇത് പൂർത്തിയാക്കുമെന്ന് പറയാനും കഴിയില്ല. ഇതിന്റെ ദുരിതം പേറുന്നത് യാത്രക്കാരും പ്രസ് ക്ലബ് ജംഗ്ഷനിലെ കച്ചവടക്കാരുമാണ്. പിടിച്ചു നിൽക്കാനാവാതെ പലരും കച്ചവടം നിർത്തി. വലിയ പ്രയാസത്തിലാണ് തങ്ങളെന്ന് വ്യാപാരികൾ. 2 കൊല്ലത്തോളായി ഈ ഏരിയയിലുള്ള കച്ചവടക്കാർ വളരെ ദുരിതാവസ്ഥയിലാണ്. ആർക്കും ബിസിനസ് ഇല്ല. ആൾക്കാരും മുനീശ്വരൻ കോവിലേക്ക് പോകുന്ന മാർക്കറ്റിലേക്ക് പോകുന്ന ആൾക്കാരും വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് ആയിരിക്കുകയാണ്. കച്ചവടം എന്ന് പറഞ്ഞ ഒരു സംഭവം ഈ മൂലയിൽ നടക്കുന്നില്ല. പൊളിക്കുമ്പോൾ 3 മാസം കൊണ്ട് റെഡിയാവും. അത് പാലക്കാട് നിന്ന് കള്ളാസ് കിട്ടിയ പാട് റെഡിയാവും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം 1.5-2 കൊല്ലത്തോളമായി ഈ അവസ്ഥയിൽ ഇങ്ങനെ പോകുന്നു. അവർ പറയുന്നത് കോൺട്രാക്റ്റുകാരൻ്റെ സ്ലോ ആണെന്ന് പറയുന്നത്. കോൺട്രാക്റ്റുകാരനിട്ട് അവർ രണ്ടാമതും കോൺട്രാക്റ്റുകാരനെ വിളിച്ച് സ്പീഡിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഓഫീസർ. കോർപ്പറേഷനിൽ അന്ന് നമ്മളിവിടെ സമരമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അന്നേരം എല്ലാവരും അന്നേരെ പറയുന്ന 3 മാസം 6 മാസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതുവരെ ഒരു ഇതും നടന്നിട്ടില്ല. ഇവിടെ കച്ചവടമൊന്നും ഇല്ല അല്ലേ? കച്ചവടം മൊത്തത്തിൽ ആർക്കും ഇല്ല. ഈ ഏരിയയിലുള്ള എല്ലാവരും അവസ്ഥ വളരെ പരിതാപകരം. ഈ പാലത്തിലൂടെ അങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്ന ആളുകൾ റെയിൽവേ സ്റ്റേഷൻ, മുനീശ്വരൻ കോവ്, ആ ഭാഗത്ത് മാർക്കറ്റിലെ ഏരിയയിലേക്ക് പോകുന്ന ആൾക്കാർ മൊത്തത്തിൽ ഈ വഴിയാണ് ആശ്രയിക്കൽ. അപ്പോൾ ഇപ്പോൾ ആരും ഇതിലെ പോകുന്നില്ല. എല്ലാവരും ബസ് സ്റ്റാൻഡ് വഴി ചുറ്റിയിട്ടാണ്, വളരെ വിഷമത്തിലാണ് പോകുന്നത്. ചുറ്റി വഴിച്ച് ബസ് സ്റ്റാൻഡ് വഴിയിട്ടാണ് പോകുന്നത്. പാലം നിർമ്മിക്കാൻ മുനീശ്വരൻ കോവിൽ ഭാഗത്ത് അടിത്തറക്ക് കുഴി എടുത്തിട്ടുണ്ട്. ഇതാണ് നടന്ന പ്രധാന പ്രവൃത്തി. മഴ എന്ന മുടന്തൻ ന്യായമാണ് കരാറുകാരൻ പറയുന്നതെന്നാണ് ആക്ഷേപം. എന്നാൽ കരാറെടുത്ത് ഇത്രയും കാലം എന്തു ചെയ്തു എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. 4.63 കോടി രൂപയാണ് പാലം പണിക്ക് അനുവദിച്ചത്. 2 കൊല്ലമായിട്ടും പാലം പണി പൂർത്തിയാക്കാൻ കഴിയാത്തത് റെയിൽവേക്കും നാണക്കേടാണ്. ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഇല്ലാത്തതും പ്രവൃത്തി വൈകാൻ കാരണമായി. പ്രതിഷേധം ഉയരുമ്പോൾ മാത്രം റെയിൽവേ ഉദ്യോഗസ്ഥരെ കണ്ട് ചർച്ച നടത്തുകയും നിവേദനം നൽകുകയും അതിന്റെ ഫോട്ടോ മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്യുക എന്നതിൽ മാത്രം ഒതുങ്ങുകയാണ് ജനപ്രതിനിധികളുടെ ഇടപെടൽ. രാഷ്ട്രീയം മറന്ന് ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇവിടെ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.